ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ട് നമ്മളൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. ഇത് നമ്മുടെ ചാലക്കുടി KSRTC സ്റ്റാൻഡാണ്. എവിടെയാണ് പോകുന്നതെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഇത് നമ്മുടെ സ്റ്റാൻഡിൽ നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുന്നേയായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണിത്. ഇവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചത് ഒരു ഊണായിരുന്നു. 3 കൂട്ടം കറികളും നോർമൽ റേറ്റൊക്കെ ഉള്ളൊരു ഊണായിരുന്നു. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ടിക്കറ്റ് വരുന്നത്. 110 രൂപയാണ് ഒരാൾക്ക് റേറ്റ് വരുന്നത്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നതുകൊണ്ട് 360 രൂപ, ടാക്സും അടക്കം എല്ലാം കൂടി ആയി. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് KSRTC സ്റ്റാൻഡിൽ നിന്ന്. പോകുന്നത് കാണുമ്പോൾ തന്നെ ചിലവർക്ക് മനസ്സിലാവും എവിടെയാണ് പോകുന്നത് എന്ന്. ഇത് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കാണ് നമ്മുടെ KSRTC ആദ്യം എടുക്കുന്നത്. അവിടെ ഒരു 10-20 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടാകും. അവിടെ നിന്ന് നമ്മൾ ബസ് എടുത്തത് പോകുന്ന വഴിക്ക് ഡ്രീം വേൾഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാകും എവിടേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അത് നമ്മൾ പോകുന്നത് മലക്കപ്പാറയ്ക്കാണെന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വെയിലുള്ളൊരു ദിവസമായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. പോകുന്ന വഴിയിൽ പല പല കാഴ്ചകളും മാറി മാറി വരുന്നതൊക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് വഴിയേ കാണാം. റോട്ടിലൊക്കെ ആനകൾ ഇറങ്ങുന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്നവരാണെങ്കിലും സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ പോവാം. ഒന്നാമത് ഇപ്പോൾ വെയിലുള്ള ടൈമൊക്കെ ആയതുകൊണ്ട് ആനകളുടെയും കാര്യങ്ങളുടെയൊക്കെ ഇത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി എത്താറായിട്ടുണ്ട്. അതിരപ്പള്ളി എത്തണതിന് മുന്നേ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അതിരപ്പള്ളിയിലൊക്കെ. ഇന്ന് വണ്ടി ഇടാൻ പോലെ ഒന്നും സ്ഥലവും കാര്യങ്ങളില്ല. വെള്ളവും അത്യാവശ്യം ഒന്നുണ്ട്. വേനൽക്കാലമാണെങ്കിൽ പോലും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ്. ടിക്കറ്റ് എടുക്കാനൊക്കെ ആണെങ്കിലും നല്ല തിരക്കായിട്ടുള്ള ദിവസമാണ്. നമ്മൾ ദിവസം വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് എല്ലാം ഓപ്പണായും നല്ല തിരക്കും കാര്യങ്ങളാണ്. സൈഡിൽ ബസ് പാർക്കിംഗ് ഒക്കെയാണ് ഉള്ളത്, അവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ മൊത്തം കാറൊക്കെ ഇട്ട് സ്ഥലം മൊത്തം നിറഞ്ഞ് റോഡൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. കാടൊക്കെ ആണെങ്കിൽ ഏപ്രിൽ മാസം ആയതുകൊണ്ട് ഫുൾ ഉണങ്ങി ഇതൊക്കെ ആയിട്ടാണ് കാട് നമ്മുടെ നിൽക്കുന്നത്. ചീയപ്പാറ വാട്ടർഫോൾസിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നത്. വാട്ടർഫോൾസ് എന്നൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഏപ്രിൽ ആയതുകൊണ്ട് വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. ഈ സാധനം ഇവിടെ വന്നതിന് ശേഷം നമുക്ക് റോട്ടിൽ നിന്നുള്ള വ്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്ത് കാര്യത്തിനാണ് അത് പണിഞ്ഞ് വെച്ചേക്കണേന്ന് അതറിയില്ല. വെള്ളമൊന്നുമില്ല, എല്ലാം ഉണങ്ങി ഇതായിട്ട് നിൽക്കണം. അങ്ങനെ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. നമ്മുടെ KSRTC ആയതുകൊണ്ട് നമുക്ക് എഴുതി കിടക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട. ഇവർ വണ്ടി അപ്പം തന്നെ ചെക്ക് പോസ്റ്റ് തുറന്നു തരും. നമ്മളെ പ്രൈവറ്റ് നമ്മുടെ സ്വന്തം വണ്ടിക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു പാസ്സൊക്കെ തന്ന് ആ പാസ് കിട്ടിയിട്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ വണ്ടി ഡീറ്റെയിൽസും നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ഒക്കെ കെട്ടിയിട്ട് നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലും എത്തണമെന്നുള്ളതൊക്കെ വരും. നമ്മുടെ KSRTC ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എപ്പോഴാണെങ്കിലും കയറിപ്പോവാം. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാം, നമുക്ക് വല്ല ആനേനോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ വണ്ടി ഇപ്പോൾ പുളിയിലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാണ് ലാസ്റ്റത്തെ ടൗൺ. ഇനി വരുന്നത് മലക്കപ്പാറയിലായിരിക്കും. അപ്പോൾ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, എല്ലാവർക്കും പോവാം. പണ്ട് നമ്മുടെ ബാത്റൂം ഉണ്ടായിരുന്നത് ഈ താഴേക്ക് ഇറങ്ങി പോകുന്ന വഴിയിലായിരുന്നു. അപ്പോൾ ഫാമിലീസും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ സൈഡിൽ തന്നെയായിട്ട് പുതിയ ബാത്റൂമും കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ എല്ലാവർക്കും സുഖമായിട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് മലക്കപ്പാറ എത്തിയിട്ടില്ല. എത്തണേന് കുറച്ച് മുന്നേയായിട്ട് നമ്മൾ പുളിയിലപ്പാറ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്കും കാട്ടിൽ മഴ പെയ്തു തുടങ്ങി. നമുക്കൊരു വേനൽ മഴ കിട്ടി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചൂട് കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റാത്ത ടൈമൊക്കെയാണ്. കാട്ടിലേക്ക് കയറിയപ്പോഴേക്കും കാട് തണുത്ത് ഇതായിട്ട് നിൽക്കുകയായിരുന്നു. ഒരു മഴയൊക്കെ പെയ്ത് നമ്മളെ സ്വാഗതം ചെയ്തു. അങ്ങനെ നമുക്ക് തിരിച്ച് വരുന്ന വരെ ഏകദേശം ഈ മഴയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. നമുക്ക് മഴയെ കണ്ട് കുറച്ചു നേരം യാത്ര ചെയ്യാം. ഇതാണ് വരുന്നതാണ് ചീനിക്കാസിൻ്റെ ബസ്. ഇത് വാൽപ്പാറയ്ക്കുള്ളതാണ് നേരിട്ട്.
ഈ ചീനിക്കാസിൻ്റെ 2 ബസ്സുകൾക്ക് മാത്രമാണ് നമുക്ക് വാൽപ്പാറയ്ക്കുള്ള പെർമിഷനുള്ളൂ. ബസ്സുകളിൽ വെച്ച് നോക്കിക്കുക. അപ്പം നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. പാസ് മാത്രം എടുത്താൽ മതി തമിഴ്നാടിൻ്റെ. KSRTC ബസ്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലക്കപ്പാറ വരെ പോകാൻ പറ്റുള്ളൂ. കാരണം മലക്കപ്പാറ അത് ചെക്ക് പോസ്റ്റാണ്, കേരള തമിഴ്നാട് ബോർഡറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ചീനിക്കാസിൻ്റെ ബസ്സിൽ കയറുകയാണെങ്കിൽ നമുക്ക് വാൽപ്പാറ വരെ പോകാൻ പറ്റുന്നതാണ്. KSRTCക്ക് ആകുമ്പോൾ നമുക്ക് മലക്കപ്പാറ വരെ പറ്റുള്ളൂ. ഇപ്പോൾ അതേ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് വെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് വന്ന് ക്ലൈമറ്റൊക്കെ ഇതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് KECBയുടെ ഒരു സ്റ്റേഷനിലേക്കാണ്. ഇവിടേക്ക് നമുക്ക് KSRTCക്ക് മാത്രമാണ് വരാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾക്ക് നമുക്ക് വരാൻ പറ്റില്ല, ഇവിടേക്ക് പെർമിഷൻ ഇല്ലാത്തതാണ്. ഈ റൂട്ടാണെങ്കിലും നല്ല റൂട്ടാണ്. നമ്മൾ മലക്കപ്പാറയ്ക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് ഈ റൂട്ടിലേക്ക് കയറുന്നത്. ഇവിടെ നമുക്ക് രാത്രിയിലൊക്കെ വരുമ്പോൾ ആനേനൊക്കെ കാണാൻ ചാൻസ് ഉള്ള വഴിയാണിത്. കാരണം ഇതിലെ പ്രൈവറ്റ് വണ്ടികളൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് മൃഗങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാൻ ഇതുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തു. കാരണം KSRTC അവിടെ കയറുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കുറേ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് KCBയിൽ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് KSRTC അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ പ്രൈവറ്റ് വണ്ടി അങ്ങോട്ട് കടത്തി അവർ വിടില്ല. അപ്പോൾ നമ്മളിതേ മലക്കപ്പാറ ഹെയർ പിന്നുകൾ ബെൻഡുകളൊക്കെ അങ്ങനെ ഓരോന്നായിട്ട് കയറി പോയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചില സമയത്ത് രാത്രികളിൽ വരുന്നവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ പുലീനെ കണ്ടതായിട്ടുള്ള കുറേ വീഡിയോസും ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോയ സമയം ഒരു ഉച്ച സമയം കഴിഞ്ഞ സമയമായതുകൊണ്ട് നമുക്ക് മൃഗങ്ങളെ അങ്ങനെ കാര്യമായിട്ടുള്ള സൈറ്റിങ്സ് ഒന്നും കിട്ടില്ല. ജസ്റ്റ് കാടൊക്കെ എൻജോയ് ചെയ്ത് പോകാമെന്നുള്ളൂ. പിന്നെ ഒന്നാമത് ഇപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ മലക്കപ്പാറ റൂട്ടൊക്കെ, വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൃഗങ്ങളുടെ സൈറ്റിങ്സൊക്കെ വളരെ കുറവാണെന്നാണ് കേട്ടത്. ഇപ്പം പിന്നെ ഒക്കെ ഓരോരുത്തരുടെ ലെക്ക് പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഷോളയാറ് പെൻസ്റ്റോക്ക് പൈപ്പ്. നമ്മുടെ മുകളിൽ നിന്ന് തൊട്ട് താഴേക്ക് വരെ വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണിത്. ഓൾമോസ്റ്റ് കുറേ പേരും ഈ റൂട്ട് പോയിട്ടുള്ളവരൊക്കെ ഓൾമോസ്റ്റ് കണ്ടേക്കണത് സ്ഥലമായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ചെറിയൊരു മഴ കിട്ടിയായിരുന്നു. ആ മഴ കഴിഞ്ഞിട്ടുള്ള ഒരു വെയിലാണ് കാണുന്നത്. ചെറിയ മഴ പൊടിയലും ഉണ്ട്, എന്നാൽ വെയിലും ഉണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റായിരുന്നു നമുക്ക് കിട്ടിയായിരുന്നത്. അപ്പോൾ അതെ വീണ്ടും മഴ കൂടിയിട്ടുണ്ട്. മഴയും വെയിലും കൂടി ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. റോഡിന് വീതി ഭയങ്കര കുറവായതുകൊണ്ട് നമ്മുടെ കുറേ വണ്ടികളൊക്കെ ഇപ്പോൾ മലക്കപ്പാറയ്ക്ക് പോകുന്നതുകൊണ്ട് വഴിയൊക്കെ ബ്ലോക്കായിരുന്നു കുറേ ഇടയ്ക്കൊക്കെ വെച്ച്. നമ്മുടെ വണ്ടിയാണെങ്കിൽ വലിയ വണ്ടിയും അവിടെ നിന്ന് വരുന്ന കാറും ഓപ്പോസിറ്റിൽ നിന്നൊക്കെ ഒരു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. കാരണം ഒരു വണ്ടിക്ക് കടന്നു പോകാനുള്ള വീതിയൊക്കെ ഉള്ളൂ നമ്മുടെ റോഡിന്. ഭാവിയിൽ ഇനിയും വലിയ റോഡൊക്കെ വരുമെന്ന് വിചാരിക്കാം, നമുക്ക് കുറച്ചും കൂടി വീതിയൊക്കെ കൂട്ടി ചെയ്യാമെന്ന്. പക്ഷെ കാടായതുകൊണ്ട് നമുക്കൊരു ലിമിറ്റൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് നമുക്ക് കാട് നിരത്തി അങ്ങനെ റോഡ് പണിയാലും പോസിബിളായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും കാട് എൻജോയ് ചെയ്യുന്നവർക്ക് ബ്ലോക്കൊന്നും ഒരു വിഷയമല്ല. മാക്സിമം ആളുകൾ പോകുന്ന സ്ഥലമാണ്. നമ്മൾ പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോകാമെന്നുള്ളൂ. മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ റൂട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചും ഒക്കെ വേണം പോകാനായിട്ട്. കാരണം എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ അതിരപ്പള്ളിയിൽ നല്ല കാറ്റൊക്കെ ഉണ്ടായിട്ട് കുറേ നാശനഷ്ടങ്ങളും കുറേ കാറിലേക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു വീണതായിരുന്നു, കൊമ്പൊക്കെ ഒടിഞ്ഞ്. നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോവാം. നമ്മളിത് ഏകദേശം മലക്കപ്പാറയൊക്കെ എത്തി. മലക്കപ്പാറ എത്തുമ്പോഴുള്ള ഒരു വ്യൂ ഒക്കെയാണിത്. തേയിലത്തോട്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങും മലക്കപ്പാറ എത്തുന്നതിന് വേണ്ടി. എന്തായാലും നമ്മുടെ ഡ്രൈവർ ചേട്ടനെ നമുക്ക് സമ്മതിച്ചാണ് കൊടുക്കണം കേട്ടോ. ഓരോ വണ്ടികൾ വരുമ്പോഴാണ് പുള്ളിയുടെ വണ്ടി തന്നെ ഒതുക്കി സൈഡിലേക്ക് കുഴിയിലും ചടിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലേക്കാണ് പുള്ളി ഡ്രൈവ് ചെയ്തതൊക്കെ. echo
ഇതാണ് നമ്മുടെ മലക്കപ്പാറയിലെ ഭംഗികൾ. ഒരു സൺസെറ്റ് സമയമായതുകൊണ്ട് നമുക്ക് മഴക്കാരൊക്കെ മൂടിയിരിക്കണതുകൊണ്ട് നമുക്ക് സൺസെറ്റൊന്നും ഇവിടുന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നൊന്നുമില്ല. ഇതാണ് ബോർഡർ വരുന്നത്, തമിഴ്നാട്. വെൽക്കം ടു തമിഴ്നാട്. ഇവിടുന്ന് കൊടൈക്കനാലും ഊട്ടിക്കൊക്കെ നമുക്ക് ഇതിലെ പോകാവുന്നതാണ്. ഈ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വഴി കാണുന്ന റൂട്ടൊക്കെ നമുക്ക് രണ്ട് വഴിയും നമുക്ക് വാൽപ്പാറയ്ക്കൊക്കെ പോകാൻ പറ്റുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇത്തിരി നേരം അവിടെ വെയിറ്റിംഗ് ഉണ്ടായുള്ളൂ. നമ്മൾ തിരിച്ച് റിട്ടേൺ അങ്ങനെ നമ്മൾ തിരിച്ച് ചാലക്കുടിക്ക് നമ്മൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയകളാണ് കാണുന്നത്. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ വറ്റി നമ്മൾ കരയൊക്കെ കണ്ടു തുടങ്ങി. ഇത് നമ്മൾ മഴക്കാലത്താണ് വരുന്നതെങ്കിൽ അത് മൊത്തം ഈ കാണുന്നത് മൊത്തം വെള്ളത്തിൻ്റെ അടിയിലായി പോകേണ്ട സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മുടെ കാട് ഇരുട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്ന വഴിക്ക് മൃഗങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാൻ വഴിയില്ല അതെല്ലാം കാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. നമ്മൾ ചാലക്കുടിയിൽ ഏകദേശം ഒരു 8:30 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് ചാലക്കുടിയിലെത്തി. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരാനുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കണും കൂടി അമർത്തി വെച്ചേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പം